ചേട്ടാ, ഇത് ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ വെള്ളം കയറുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം കയറുന്നുണ്ട്. ഉണ്ട്. ഇത് എത്രത്തോളം വീടുകളുണ്ട് ഇവിടെ? ഇവിടെ ആ ഭാഗത്തൊരു 10-50 കുടുംബത്തോളം താമസമുണ്ട്. ഇവിടുന്ന് ആളുകളെ മാറ്റുന്നതിന് അവിടെ നിന്ന് കോർപ്പറേഷൻ ഇടപെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവരെ വാഹനത്തിൽ മാറ്റി പാർപ്പിച്ചായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ആൾക്കാരെ ഇത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കുറേ പേരെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ മഴയത്ത്, അതായത് നവംബറിലും ഇതുപോലെ തന്നെ ഒരു രാത്രി കൊണ്ട് പെയ്ത മഴയത്ത് അന്ന് ഇതിനേക്കാളും വലിയ രീതിയിൽ ഇവിടെ വെള്ളം കൂടിയായിരുന്നു. പക്ഷേ ഈ തോടുകൾ വൃത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. തോടുകൾ ഇവിടെ ഒരുവിധം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ ഉയരം കൂട്ടാതെ ഇവിടെ തോട് മാത്രം വൃത്തിയാക്കേണ്ടും കാര്യമില്ല. ഈ പാലത്തിന് ഉയരം വളരെ കുറവാണ്. അതുകൊണ്ടാണ് തൊട്ട് ബാക്കിലോട്ട് നന്നായിട്ട് വെള്ളം കയറുന്നത്. ഇവിടെ നിന്ന് ശരിക്കും വെള്ളം നല്ല രീതിയിൽ വലിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ പാലം താഴ്ന്നു കിടക്കുന്ന കാരണം വെള്ളത്തിന് അതിൻ്റെ അടിയിൽ കൂടിയുള്ള ഒഴുക്കിന് തടസ്സമുണ്ട്. അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ഒരു പാലം, അതായത് ആമയിഴഞ്ചാൻ തോടിന് കുറുകെയുള്ള ഈ ഒരു പാലത്തിൻ്റെ ഒരു വശം പൂർണ്ണമായി വൃത്തിയാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ പാലത്തിൻ്റെ തന്നെ മറുവശത്ത് നമുക്ക് മുഴുവൻ മരങ്ങളൊക്കെ തന്നെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഏകദേശം 6-7 മാസത്തോളം പിന്നിടുന്നു. കഴിഞ്ഞ ഒരു മഴയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഏകദേശം 300ഓളം വീടുകളിൽ വെള്ളം കയറുകയും ഇവിടുത്തെ ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ട് ഏകദേശം 6-7 മാസത്തോളം പിന്നിടുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ തോടുകളൊക്കെ തന്നെ വൃത്തിയാക്കാനും ഇവിടുത്തെ വെള്ളം പോകുന്ന സ്ഥിതിയൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള നടപടികൾ പൂർണ്ണമായി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഭാഗത്തുള്ള വീടുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ തോടിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ. ചേച്ചിയുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി? ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ സ്ഥിരമായിട്ടുള്ള നിങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനോ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല? അവർ സ്വീകരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് വീടെടുത്ത് തരാം, വേറെ ഫ്ലാറ്റ് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. നടപടിക്രമങ്ങൾ വരണ്ടേ? എത്രത്തോളം വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്? 100-150 വീടുകളിൽ കയറിയിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിച്ചു? സാധനങ്ങളൊക്കെ തന്നെ മാറ്റാൻ കുറേയൊക്കെ പോയിട്ടുണ്ട്. അതാണ്, അതായത് ഇപ്പോൾ ഈ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഈ ഭാഗത്തുള്ള ആളുകളെയൊക്കെ തന്നെ തൽക്കാലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രം മതിയാകില്ല. നമുക്കറിയാം, ഇന്നലെ ഒന്നും തന്നെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴയില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നിമിഷ നേരം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ വലിയൊരു മഴ പെയ്യുകയും വെള്ളം കയറുകയും ചെയ്തത്. ആ മണിക്കൂറുകൾ കൊണ്ടാണ്, ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയത്ത് മാത്രമാണ് ഇത്രയും വലിയൊരു വെള്ളം ഈ ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞ് ഇരുകരകളിലേക്ക് കവിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും ഇത്തരത്തിലൊരു വലിയ മഴ ഇവിടെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരം മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.